ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് പോകുന്ന സമയം ഏറെ പ്രതീക്ഷയോടുകൂടിയിട്ടായിരുന്നു അർജുനൻ പോയത്. ഭഗവാനെ കാണാൻ സാധിക്കും. കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് അർജുനൻ പ്രതീക്ഷിച്ചതല്ല അവിടെ സംഭവിച്ചത്. അർജുനൻ പ്രതീക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ യാദവന്മാരും എല്ലാം സുഖമായിട്ട് അവിടെ വസിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ അർജുനൻ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് യാദവ വംശം മുഴുവൻ തമ്മിൽ തല്ലി ചത്തൊടുങ്ങിക്കഴിഞ്ഞു. താൻ കാണാൻ ആഗ്രഹിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ താൻ വരുന്നതിന് മുമ്പ് തന്നെ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ്റെ ദേഹവിയോഗം കേട്ട അർജുനൻ തളർന്നുപോയി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതിയ കൃഷ്ണൻ തനിക്ക് വേണ്ടി കാത്തിരുന്നില്ല. തളർന്നിരിക്കുന്ന അർജുനൻ്റെ മുന്നിലേക്ക് ഭഗവാന്റെ സാരഥിയായ ദാരുകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, അർജുന, അങ്ങേക്കായിട്ടൊരു സന്ദേശമുണ്ട് ഭഗവാന്റെ. എന്താണ് സന്ദേശം? ദ്വാരകയിലെ സ്ത്രീകളെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. അങ്ങ് വേണം അവരെ രക്ഷിക്കാൻ. ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. കടൽ പ്രക്ഷുബ്ധമാവും. ഈ ദ്വാരകയെ മുഴുവൻ കടലിലേക്ക് കടലെടുത്തു പോവും. അതിനു മുമ്പ് അങ്ങ് ഇവരെയൊക്കെ കൊണ്ടുപോകണം. അർജുനനെ സഹിച്ചില്ല. ഒരു വശത്ത് ഭഗവാൻ പോയിരിക്കുന്നു. തൻ്റെ എല്ലാ ശക്തിയും ചോർന്നിരിക്കുന്നു. ഇനി തനിക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ സ്ത്രീകളെ രക്ഷിക്കലാണ്. ഭഗവാൻ തന്നിരിക്കുന്ന ഉത്തരവാദിത്വമല്ലേ. അർജുനൻ അവിടുത്തെ സ്ത്രീകളെയും കൊണ്ട് അവശേഷിക്കുന്ന ആളുകളെയും കൊണ്ട് അർജുനൻ വരുന്നു തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക്. വരുന്ന വഴിക്ക് വഴിയിൽ വെച്ച് മ്ലേച്ഛന്മാരായിട്ടുള്ള ആളുകൾ, കാട്ടുവാസികളായിട്ടുള്ള ആളുകൾ, യവനന്മാരായിട്ടുള്ള ആളുകൾ ആ സ്ത്രീകളെ ആക്രമിക്കാൻ തുടങ്ങി. അർജുനന് അപ്പോഴും ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഗാണ്ഡീവൻ തൻ്റെ കയ്യിലുള്ളപ്പോൾ എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അർജുനൻ ഗാണ്ഡീവത്തിൽ അസ്ത്രം കുരുക്കി അവർക്കെതിരെ അസ്ത്രമെയ്യാൻ നിശ്ചയിച്ചപ്പോൾ ഒരു മന്ത്രവും ഓർമ്മ വരുന്നില്ല. അർജുനന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. തൻ്റെ എല്ലാ കഴിവുകളും തൻ്റെ എല്ലാ അറിവുകളും നിശ്ചലമായതുപോലെ, മനസ്സെന്തോ നിശ്ചലമായതുപോലെ. കൃഷ്ണൻ്റെ വിയോഗം ഒരു വശത്ത് തളർത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഗാണ്ഡീവത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളൊന്നും തനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. നിസ്സഹായനായ അർജുനൻ
ആരെയും രക്ഷിക്കാൻ അർജുനന് സാധിച്ചില്ല. സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി അർജുനൻ ഓടേണ്ടി വന്നു. അവിടെ നിന്നും അർജുനൻ ഓടുന്ന സമയത്ത് കിരീടമില്ല, വസ്ത്രമെല്ലാം മുഷിഞ്ഞ് യവന്മാരുടെ തല്ലും കൊണ്ട് അർജുനൻ ഭീരുവിനെ പോലെ ഓടി വരുന്ന ഒരു രംഗം. അത് ആ വഴിയിൽ വരുണദേവൻ കാത്തിരിക്കുന്നു. അർജുനന് മുമ്പിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു, അർജുനൻ, ആ ഗാണ്ഡീവം തിരിച്ചു തന്നേക്കൂ. അതിൻ്റെ ശക്തിയെല്ലാം നിഷ്പ്രഭമായിരിക്കുന്നു. ഇനി അതുകൊണ്ട് അങ്ങേക്ക് പ്രയോജനമില്ല, തിരിച്ചു തന്നേക്കൂ. അർജുനന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളാണത്. ഇത്രയും കാലം തന്നെ ജയിപ്പിച്ച, തനിക്ക് സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനം തന്ന ഗാണ്ഡീവം ഇന്നിതാ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. ഒരു വശത്ത് കൃഷ്ണവിയോഗം, മറുവശത്ത് ഗാണ്ഡീവം നഷ്ടപ്പെട്ടു. അർജുനൻ തരിപ്പണമായി, തകർന്നുപോയി, മാനസികമായി തളർന്നുപോയി. ആ അർജുനനാണ് തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് വരുന്ന രംഗം. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നാം ഏറെ പ്രതീക്ഷയിലാണ് ജീവിതം കെട്ടിപ്പടുക്കുക. നാം ആർജിക്കുന്ന അറിവുകളും നാം ആർജിക്കുന്ന കഴിവുകളും നമ്മുടെ സ്വഭാവവിശേഷങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കുക. പിന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഒരച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് നമ്മൾ മറ്റുള്ളവരോടുകൂടെ ചേർന്ന് ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെക്കാളും കഴിവും നമ്മളെക്കാളും അറിവും നമ്മളെക്കാളും സാമർഥ്യവും നമ്മളെക്കാളും പലതുമുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. ക്രമേണ മനുഷ്യൻ അവനവൻ്റെ അറിവിനെയും കഴിവിനെയും സംശയിപ്പിക്കും. തന്നിൽ തന്നെയുള്ള അറിവും കഴിവും തനിക്ക് തന്നെ തോന്നും ഇതൊന്നും പോരാ, ഇതൊന്നും അല്ല വേണ്ടത്. മറ്റുള്ളവരുടെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തോന്നും അവരെപ്പോലെയാണ് നമ്മൾ പെരുമാറേണ്ടത്. മറ്റുള്ളവരുടെ കഴിവ് കാണുമ്പോൾ നമുക്ക് തോന്നും അവരെപ്പോലെ ആയിരിക്കണം നമ്മളത്. ഇങ്ങനെ എന്തിനു പറയണു? നാം നമ്മളെ തന്നെ ക്രമേണ ഉയർത്തുന്നതിന് പകരം താഴ്ത്തും. സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇന്നത് കൂടിക്കൂടി വരികയാണ്. കാരണം ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, അതുപോലെ തന്നെ അനവധി മേഖലകൾ, ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്നറിയില്ല, ഏത് മേഖലയിലാണ് എനിക്ക് കഴിവുള്ളതെന്നറിയില്ല, അതാരും പറഞ്ഞു തരാനില്ല. യാന്ത്രികമായിട്ടുള്ള പഠനങ്ങളാണ് ഇന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുമ്പോൾ അവിടെ അതിനും കഴിവുള്ള ആളുകളെ കാണുമ്പോൾ ചോദ്യവും സംശയവും, എനിക്കിത് പറ്റുമോ? അങ്ങനെ എത്രയെത്ര ആളുകൾ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമാവുന്നു. അർജുനൻ അനുഭവിച്ച അതേ പ്രശ്നം. അർജുനൻ്റെ ശക്തിയെല്ലാം ചോർന്നപ്പോൾ അർജുനൻ തളർന്നതുപോലെ ഇന്ന് സമൂഹത്തിൽ പലരും തളരുന്നു, ഇല്ലേ? കാണുന്നുണ്ടല്ലോ. ഇവിടെയാണ് നമുക്ക് ഭാഗവതത്തിൻ്റെയൊക്കെ ഒരു മഹത്വം. അർജുനൻ തളർന്നിട്ട് തിരിച്ചെത്തിയപ്പോൾ ധർമ്മപുത്രർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താ ഉണ്ണി നീ ഇങ്ങനെ തളർന്നിരിക്കുന്നുവല്ലോ, എന്തു പറ്റി നിനക്ക്? എന്താ നമ്മുടെ വസുദേവർ ജീവിച്ചിരിക്കുന്നില്ലേ? ദേവകി അമ്മ ജീവിച്ചിരിക്കുന്നില്ലേ? ബലരാമസ്വാമി സുഖമായിട്ടിരിക്കുന്നില്ലേ? അവിടുത്തെ ഭഗവാന്റെ മക്കളായ പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തായ സാരഥിയായിരുന്ന എല്ലാമായിരുന്ന കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നില്ലേ? കൃഷ്ണന് സുഖം തന്നെയല്ലേ? നീ എന്താ അവിവേകം വല്ലതും കാണിച്ചുവോ? നിനക്കെന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അർജുനൻ ഉത്തരം പറയുന്ന ഭാഗമാണ് 15-ാം അധ്യായം. വഞ്ചിതോഹം മഹാരാജാം ഹരിണാ ബന്ധുരൂപിണാം യേന മേ അപഗതത്തേജോ ദേവവിസ്മാപനം മഹൽ യസ്യ ക്ഷണവിയോഗേന ലോകോ ഹി അപ്രിയദർശനാം ഉക്തേന രഹിതോ കേശാം മൃദക പ്രോച്യതേ യഥാ വഞ്ചിതോഹം മഹാരാജാ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഹൃതത്തേജാം യേന ദേവവിസ്മാപനം മഹൽ. ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാൻ വഞ്ചിക്കപ്പെട്ടു. എൻ്റെ എല്ലാമായിരുന്ന കൃഷ്ണൻ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ എല്ലാമായിരുന്ന സർവസമൃദ്ധിയും തേജസ്സും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ വഞ്ചിക്കപ്പെട്ടു ഭഗവാൻ. അധ്യക്ഷ, ഭഗവാൻ എന്നെ കൈവിട്ടു, ഭഗവാൻ എന്നെ കാത്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ
ആ ഭഗവാന്റെ ഓരോരോ കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് പറയാണ്, യൽ സംശ്രയാൽ ദ്രുപദഗേഹമുപാഗദാനം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനം ചേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യാം സജ്ജീകൃതേന ധനുഷാദി ഗദാച്ച കൃഷ്ണാം. ജ്യേഷ്ഠ, അങ്ങയ്ക്ക് ഓർമ്മയില്ലേ, നമ്മളെ അരക്കില്ലത്തിലിട്ട് ചുടാൻ നിശ്ചയിച്ചുകൊണ്ട് കൗരവർ കുതന്ത്രം പണിതപ്പോൾ വിതുരയുടെ സഹായം കൊണ്ട് നമ്മൾ പുറത്തു ചാടി നമ്മൾ പാഞ്ചാല ദേശത്തിലെത്തിയപ്പോൾ ആ പാഞ്ചാല മഹാരാജാവിൻ്റെ സ്വയംവരത്തിൽ നമ്മളെ ബ്രാഹ്മണ വേഷം കെട്ടി പോയ സമയത്ത് എല്ലാ രാജാക്കന്മാരും വിവാഹത്തിന് വേണ്ടി തയ്യാറായി വന്നിരിക്കുമ്പോൾ ബ്രാഹ്മണ വേഷധാരിയായി ഞാൻ അർജുനനാണെന്ന് അറിഞ്ഞിട്ട് കൃഷ്ണൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ആ നിഴലിൽ കാണുന്ന മത്സ്യത്തെ താഴെ നോക്കി അമ്പ് ചെയ്ത് വീഴ്ത്തി പാഞ്ചാലിയെ ഭരിക്കാൻ സാധിച്ചപ്പോൾ അന്ന് കർണനടക്കമുള്ള രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണോ ക്ഷത്രിയരെ വരുത്തിയത് എന്ന് പറഞ്ഞ് ആ പാഞ്ചാല രാജാവിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് കൃഷ്ണ അങ്ങ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ആ പാഞ്ചാലിയെ എനിക്ക് സ്വീകരിക്കാനും കൈവരിക്കാനും സാധിച്ചത്. അങ്ങയുടെ ഒരു കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പാഞ്ചാലിയെ കിട്ടുമായിരുന്നു. യക്ഷ യൽ സന്നിധാവഹം ഗാണ്ഡവമഗ്നദേയാം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യാം ലബ്ധ്വാ സഭ മയകൃതാൽ അത്ഭുത ശില്പമായ ദിഗ്യോഹരന്നപദയോ ബലിമധ്വരേത്തേ. ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ അന്ന് ഇന്ദ്രൻ്റെ ദർപ്പം അടക്കിക്കൊണ്ട്, എൻ്റെ പിതാവാണെങ്കിലും അടക്കിക്കൊണ്ട് അഗ്നിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗാണ്ഡവ വനത്തിന് തീ കൊടുക്കാൻ സാധിച്ചത്, അത് അവിടുത്തെ ഒരു കാരുണ്യം കൊണ്ടല്ലേ കൃഷ്ണ. അതിനുശേഷം മയനെ കൊണ്ട് അത്ഭുത വീടുണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ച് അങ്ങേ രാജസൂയം ചെയ്തുകൊണ്ട് രാജാക്കന്മാരെ കൊണ്ട് അങ്ങേ ആദരിപ്പിച്ചത് ആ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ടല്ലേ. ആ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ ജ്യേഷ്ഠ? യൽ തേജസ നൃപശിരോംഗ്രി മഹന്മഖാർത്തേ ആരോജനസ്തവ ഗജായുധ സത്വവീര്യാം തേനാഹൃത പ്രമദനാഥമഗായ ഭൂപ യന്മോചിതാ തദനയൻ ബലിമധ്വരേതേ. പണ്ടൊരു രാജാവുണ്ടായിരുന്നു മഗധയിലെ, ജരാസന്ധ രാജാവ്. അയാൾ ആയിരക്കണക്കിന് രാജാക്കന്മാരെ തൻ്റെ കാരാഗ്രഹത്തിൽ താമസിപ്പിച്ചിട്ട് അവരെയൊക്കെ കൊല്ലാൻ നിശ്ചയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബ്രാഹ്മണ വേഷധാരികളായിട്ട് നമ്മൾ പോയിട്ട്, ഞാനും ഭീമജ്യേഷ്ഠനും പോയിട്ട് കൃഷ്ണൻ്റെ കൂടെ പോയിട്ട് ആ ഭീമജ്യേഷ്ഠനെ കൊണ്ട് ജരാസന്ധനെ വധിപ്പിച്ച് ആ രാജാക്കന്മാരെ മുക്തമാക്കി അങ്ങയുടെ രാജസൂയത്തിൽ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങേ ആദരിപ്പിച്ചത് ആ ഭഗവാന്റെ ഒരു കാരുണ്യമല്ലേ. ജ്യേഷ്ഠന് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടല്ലേ. ആ കഥകളൊക്കെ തുടർന്ന് വരും ഭാഗവതത്തിൽ. പത്ന്യാസ്തവാദിമക്ലുപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ടചാരു കപരം ഗിതവൈസഭായം സ്പൃഷ്ടം വിഗീര്യ പദയോ പതിദാസു മുഖ്യാം സ്ത്രീയോകൾ ഹദേശ വിമുക്തകേശാം. ചൂതുകളിയിൽ തോറ്റ് പാവം പാഞ്ചാലി പണയം വയ്ക്കപ്പെട്ടപ്പോൾ ആ സാധുവിൻ്റെ വസ്ത്രം നാണമില്ലാതെ കൗരവന്മാർ പിടിച്ചു വലിക്കുന്ന സമയത്ത് ആരും രക്ഷിക്കാനില്ലാത്ത പാഞ്ചാലിയെ കൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ടല്ലേ അപമാനത്തിൽ നിന്ന് മുക്തമായത്. ആ കൃഷ്ണനെ നമുക്ക് മറക്കാൻ പറ്റൂ ജ്യേഷ്ഠ? യോനോ ജുഗോപവനമിത്യ ദുരന്തകസ്സൽ ദുർവാസസോരി വിവിധായുധഗ്രപുല്യം ദുർവാസസോരി വിവിധായുധാഗ്രഭുഗ്യം ശാകാന്നശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകിം തൃപ്താമമംസ്തസലിലേ വിനിമഗ്നസംഘ. നമ്മൾ കാട്ടിൽ വസിക്കുന്ന കാലം നമ്മളെ കരുതിക്കൂട്ടി അപമാനിക്കാനായിട്ട് ആ ദുര്യോധനൻ ദുർവാസ മഹർഷിയെ പറഞ്ഞയച്ചു. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ